ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് ഇതൊരു ഹോട്ടൽ വെഞ്ചർ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ചെയിൻ ബിസിനസ് കമ്പനിയാണ്. ഇത് കേരള, തമിഴ്നാട്, ലക്ഷദ്വീപ്, ആൻഡമാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു നോർമൽ ഹോട്ടൽ സെറ്റപ്പിനെക്കാട്ടിലും കൂടുതൽ ഹോട്ടലിൽ തന്നെ വലിയ വലിയ ഹാളുകൾ, പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഉള്ള റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ ജിംനേഷ്യംസ്, പൂൾസ്, ഇനിയിപ്പോൾ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ അതിനുള്ള വലിയ വലിയ പ്രൊസീജിയേഴ്സ്, ലൈറ്റ്, സൗണ്ട് എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വെഞ്ചേഴ്സ് റൺ ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള മാരിയറ്റ് ഹോട്ടൽ ഗ്രൂപ്പുകൾ, അതുപോലെ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽ ഗ്രൂപ്പുകൾ, ഇവരൊക്കെയാണ് ഈ ഒരു കമ്പനിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏകദേശം 759 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ഷെയറുകളായിട്ടാണ് IPO ഓപ്പൺ ആയത്. ജൂലൈ 24 IPO ഓപ്പൺ ആയത്. ജൂലൈ 28 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 29 അലോട്ട്മെൻറ്റ് വരുന്നത്. പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 85 രൂപയ്ക്കും 90 രൂപയ്ക്കും ഇടയ്ക്കാണ്. 166 ഷെയറുകളുടെ ലോട്ടുകളായിട്ടായിരിക്കും അവൈലബിൾ ആവുന്നത്. ഏറെക്കുറെ 14,775 രൂപയായിരിക്കും ഇതിൻ്റെ ഒരു ലോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. കറൻറ്റ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം 11% ഉണ്ടെങ്കിലും റീറ്റെയിലേഴ്സിൻ്റെ കോട്ട എന്ന് പറയുന്നത് 9% മാത്രമാണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അല്ലെങ്കിൽ QIBസിനെയാണ്. QIBസിന് ഏറെക്കുറെ 75% സൈസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ ക്രമാതീതമായിട്ട് കുറവായിരിക്കും. ഏകദേശം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുക്കുന്നതിലൂടെ ഒരു ബിസിനസ് ടു ബിസിനസ് ഡീൽ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള വലിയ വലിയ ബാങ്കുകൾ, അസറ്റ് കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനീസിനെയാണ് അത് പറയുന്നത്. ഏറെക്കുറെ 100 കോടിയിൽ മേളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതും അതുപോലെ സെബിയിൽ സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് QIBs എന്ന് പറയുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ 2023 356 കോടിയും, അത് 2024 404.85 കോടിയും, അത് 2025 ആയപ്പോൾ 470.68 കോടിയുമായിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 3.09 മൈനസിൽ കിടന്നിടത്തുനിന്ന് 2024 അത് 31.14 കോടിയിലേക്ക് ആകുകയും അവിടുന്ന് 2025 ആയപ്പം 23.66 കോടിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു മെയിനായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഡേറ്റ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ എന്ന് പറയുന്നത് 16% കൂടിയിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 24% കുറഞ്ഞിട്ടുണ്ട് 2025 വെച്ച് നോക്കുമ്പോൾ, 2024 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പം അത് ചിലപ്പം ബോറോയിങ്സ് കുറയ്ക്കാനുള്ള കമ്പനിയുടെ ശ്രമങ്ങൾ കൊണ്ടും ഒക്കെയാണ് അത് സംഭവിക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കറുമല്ല. എപ്പോഴും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക്